നമസ്തേ കുട്ടികളെ, ഇന്നിവിടെ പറയാൻ പോണ കാര്യം നിവേദ്യച്ചോറിനെ കുറിച്ചാണ് കേട്ടോ. നിവേദ്യച്ചോറ്, നേദ്യച്ചോറ് എന്നൊക്കെ പറയും. ഞങ്ങളൊക്കെ നേദ്യച്ചോറ് എന്ന് പറയും. ഇത് കഴിച്ചവർ എത്ര ആൾക്കാരുണ്ട് വെച്ചാൽ ഈ വീഡിയോ കാണുന്നവരിൽ എത്ര പേര് നിവേദ്യച്ചോറ് കഴിച്ചവരുണ്ടെങ്കിൽ അഭിപ്രായം പറയണം. വയസ്സായവരൊക്കെ കഴിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഈ കാലഘട്ടത്തിലെ കുട്ടികൾ കഴിക്കാൻ കുറവാണ്, കഴിക്കുന്നത് കുറവാണ്. കാരണം എന്താ വെച്ചാൽ അവർ വിചാരിക്കും ഈ നിവേദ്യച്ചോറ് എന്തിനാ കഴിക്കുന്നത്, അത് നമുക്ക് വീട്ടിൽ നിന്ന് കഴിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഞാൻ പറയണേ, ഇന്നത്തെ കുട്ടികളോട്, ഈ കാലഘട്ടത്തിലുള്ള കുട്ടികളോട് പറയുന്നത്, എപ്പോഴെങ്കിലും മാസത്തിൽ ഒരിക്കലെങ്കിലും ഈ നിവേദ്യച്ചോറ് നമ്മൾ കഴിക്കണം. ഏതെങ്കിലും അമ്പലത്തിൽ പോവുകയാണെങ്കിൽ ആ അമ്പലത്തിൽ പായസം കഴിക്കുന്നതോടുകൂടി, പായസം കഴിപ്പിക്കുന്നതോടുകൂടി ഒരു വഴിപാട് തന്നെയാണ് നേദ്യം ചെയ്യിപ്പിക്കുക. ഇത് ഉണങ്ങല്ലരി കൊണ്ടാണ് ഈ ചോറുണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ദൈവാധീനമുള്ള ഒരു ചോറും അതുമാതിരി തന്നെ നമ്മുടെ ശരീരത്തിന് വേണ്ട പോഷകങ്ങൾ അടങ്ങിയ ഒരു ചോറ് കൂടിയാണ് ഈ നിവേദ്യച്ചോറ്. ദൈവാധീനം ഉണ്ടാവാന്ന് പറയാൻ കാരണം ഇത് മന്ത്രോച്ചാരണത്തോടു കൂടി ഉണ്ടാക്കിയ ഒരു ചോറാണ്. അതേ ചോറ് ഭഗവതി ആയാലും ഭഗവാനായാലും ആ ക്ഷേത്രത്തിൽ എന്താണ് പ്രതിഷ്ഠയിൽ വെച്ചാൽ ആ ഭഗവാനെ നിവേദിച്ചതാണ്. അപ്പോൾ ദൈവ ചൈതന്യമുള്ളൊരു ചോറ് കൂടിയാണ്. അപ്പോൾ ഈ ചോറ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ചൈതന്യം കിട്ടുമെന്നാണ് പറയുക. അതുമാതിരി തന്നെ നമുക്ക് അസുഖങ്ങളൊക്കെ ഇല്ലാതെ വരുമെന്ന് പറയും. അതുപോലെ തന്നെ നമുക്ക് ഇത് പോഷക ഗുണങ്ങൾ എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ ചോറുണ്ടാക്കുന്നത് സാധാരണ അരിയല്ല, നെല്ല് കുത്തിയ അരി, തവിടെടുക്കാത്ത അരിയിലാണ് ഈ ചോറ് വയ്ക്കുന്നത്. അപ്പോൾ ആ തവിട് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇത് ഓട്ടുരുളിയിലാണ് ചെയ്യുന്നത്. ഓട്ടുരുളിയിൽ ചെയ്യുന്ന ഭക്ഷണം എപ്പോഴും നമുക്ക് കൂടുതൽ ആരോഗ്യം കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ആ ഇളക്കുന്ന ചട്ടുകം ഓട്ട് ചട്ടുകോ അല്ലെങ്കിൽ ഇരുമ്പ് ചട്ടുക ആയിരിക്കും ഈ നിവേദ്യം ഇളക്കുന്നത്. അപ്പോൾ ഓടിൻ്റെ ഇതായാലും അതുമാതിരി തന്നെ ഇരുമ്പിൻ്റെ ചട്ടുക ആയാലും അതിന് കൂടുതൽ നമുക്ക് പോഷകങ്ങൾ ഈ ചോറ് കൂടെ കിട്ടും. അതുപോലെ തന്നെ ഈ തുളസിയും തെച്ചിപ്പൂ ഇട്ടിട്ടാണ് ഭഗവാന് നിവേദ്യം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നിവേദ്യം ചെയ്യുന്ന ചോറിൽ ഈ തുളസിപ്പൂ നമുക്ക് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. തെച്ചിപ്പൂ ഇട്ടിട്ടാണ് ഇത് നിവേദ്യം ചെയ്യുന്നത്. ഈ തെച്ചിയുടെ പൂവും നമ്മുടെ ശരീരത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ തെച്ചിപ്പൂ ഇട്ട് വെള്ളം കുടിക്കുന്നതും തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നതും അതുപോലെ തന്നെ തെച്ചിപ്പൂവിൻ്റെ നീര് പല രോഗങ്ങൾക്കും ആവശ്യം. നമുക്ക് പോഷക ഗുണമുള്ള ഒരു ചോറ് തന്നെയാണ് ഈ നിവേദ്യച്ചോറ്. കാരണം നമ്മുടെ വീടുകളിലൊന്നും എന്നും നമ്മൾ ഓട്ടുരുളിയിൽ ഉണ്ടാക്കില്ലല്ലോ. ആ ഇരുമ്പിൽ നിന്ന് കിട്ടുന്നതും അതിന് ഓട് എന്ന് പറയുന്ന ആ ലോഹത്തിൽ നിന്ന് കിട്ടുന്നത് പോഷക ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് പോകുന്ന. അപ്പോൾ എന്തായാലും നമുക്ക് ഈ നിവേദ്യച്ചോറ് ഉണ്ട് കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് പോഷക ഗുണങ്ങൾ ഉണ്ടായിരിക്കും. ഇത് കട്ട തൈരും കൂടി കഴിച്ചാൽ വളരെ നല്ല സ്വാദാണ് കേട്ടോ. പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഈ നിവേദ്യച്ചോറിന് ദൈവാധീനം അത്